ഹായ് ഹലോ, ഞാൻ ഇന്നൊരു സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു നേപ്പാളി ഡിഷാണ്. ഇതിൻ്റെ പേര് ചൂക്കോനി എന്നാണ്. ഇതിലേക്ക് നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തൈരാണ്. നമുക്ക് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പോ എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ച് നമുക്കെടുക്കാം. ഈ തൈര് അധികം പുളിയാവണ്ട, ഒരുപാട് പുളിയാവണ്ട, ഒരു മീഡിയം പുളി മതി. ഒരുപാട് പുളി വേണം, നമുക്ക് സാലഡിനൊക്കെ എത്ര പുളി വേണം അത് മതി. എന്നിട്ട് നമ്മൾ ഒരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ഇതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1-2 കാര്യങ്ങൾ, 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക്, അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് വീണ്ടും നമ്മൾ സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ജീരകവും മുളകും ഉപ്പും എല്ലാം ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇപ്പോൾ ഞാൻ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ ഉപ്പും മുളകും ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ മണം വരുന്നുണ്ട്. ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചതുകൊണ്ട് നല്ല മണമുണ്ട് ജീരകത്തിൻ്റെ. ഈ സാലഡ് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 ഉരുളൻകിഴങ്ങ് ഞാൻ പൊടിച്ചല്ല കഷ്ണങ്ങളാക്കി വെച്ചേക്കുക. പൊടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, പൊടിച്ചുപയോഗിക്കുന്നവർക്ക് പൊടിച്ചുപയോഗിക്കാം. ഞാൻ 1 ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾസംഖ്യ കൂടുതലുണ്ടെങ്കിൽ 2 ഉരുളൻകിഴങ്ങാകാം, മീഡിയം സൈസിലെ. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവാള ഞാൻ ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള മതി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കോറിയൻഡർ ലീഫാണ്. കോറിയൻഡർ ലീഫ് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് നല്ല ഒരു കപ്പ് ചേർക്കാം. എൻ്റെ അളവ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കാം. നല്ല മല്ലിയിലയുടെ ടേസ്റ്റ് നല്ലതാണ്. ഇഷ്ടമില്ലാത്തവരുണ്ടാവും. മല്ലിയില ഇതിനകത്ത് ചേർക്കണം. മല്ലിയില ഇതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ്, എന്നാലേ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. മല്ലിയില ചിലവർക്ക് ഇഷ്ടമില്ല, എനിക്കറിയാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു വറവ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച്, പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേപ്പാളീസ് സാധാരണ മസ്റ്റേർഡ് ഓയിലെന്ന് വെച്ചാൽ നമ്മുടെ കടുകെണ്ണയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ, ഒരുപാട് വേണ്ട. ഒലിവ് ഓയിൽ ദോഷമൊന്നുമില്ല, ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല സാലഡിൽ, പക്ഷെ കുറച്ച് മതി. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. അത് നന്നായി ചൂടായി വരട്ടെ. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, തോനെയും കടുക് വേണ്ട. കടുകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കരുത്. അപ്പം 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് ഇടണം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ ജീരകം നന്നായി കടിക്കും, നല്ലതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എരിവ് തോനെ വേണ്ടുന്നവർക്ക് 2-3 പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ 1 പച്ചമുളക് ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസൂരി മേത്തി എന്ന് പറയും. ഇത് മേത്തി ലീവ്സ്, ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ ഉലുവ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് കരിയാനൊന്നും പോണ്ടെന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാലഡിലേക്ക് നമ്മളങ്ങ് ഒഴിക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ സാധാ സാലഡ് ഉണ്ടാക്കത്തില്ലേ, അക്കൂട്ടത്തിൽ നിങ്ങൾ ഈ സാലഡും ഉണ്ടാക്കി അവർക്ക് കൊടുത്തു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു.